ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷം ബിടെക് കഴിയാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അതേപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ജസ്റ്റ് ബിടെക് കഴിയാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ്, ഫോർത്ത് ഇയർ, നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് ജോബിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കൺസേൺ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ആകെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നല്ല നല്ല കോളേജസുകളിലാണെങ്കിൽ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്ന കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പ്ലേസ്മെൻറ്റിന് ഇരിക്കണം, ഈ പ്ലേസ്മെൻറ്റ് ബോംബിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ മറ്റൊന്നിനെക്കുറിച്ചും, ഗവൺമെൻറ് ജോബിനെക്കുറിച്ചോ ഗേറ്റ് എക്സാമിനെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊരു പ്ലാനിംഗ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. കാരണം ഞാനും ബിടെക്കിൻ്റെ ആ ഒരു സമയത്ത് കടന്നുപോയ സമയത്ത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സെക്ടർ ജോബിനെക്കുറിച്ചോ അല്ലെങ്കിൽ അപ്പ് സ്കില്ലിങ്ങിനെക്കുറിച്ചോ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് അടിച്ചു പൊളിക്കുന്ന ആ ഒരു സമയമാണ് അല്ലേ. പക്ഷേ അതിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ബിടെക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ ജോബ് ഇല്ലാത്തതായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് റിയാലിറ്റിയാണ് അല്ലേ. അതായത് ബിടെക് കഴിഞ്ഞ ഉടനെ ജോബ് കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് പല ആളുകളും ബിടെക്കിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷൻ, അതൊരു റിയാലിറ്റിയാണ്. എസ്പെഷ്യലി ഈ വർഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ സഡൻ ആയിട്ടുള്ളൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഡിപ്പ് നമുക്കവിടെ, ഗ്രോത്ത് അല്ല, ഒരു ഡിപ്പ് നമുക്കവിടെ കാണാൻ കഴിയും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അതായത് ഗ്ലോബൽ റിസഷൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അതെല്ലാ വർഷങ്ങളിലും ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ ഈ രീതിയിലൊരു ഡിപ്പ് സംഭവിക്കാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ 2008, 2013 അങ്ങനെ പല പല സമയങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് താഴോട്ട് തന്നെയാണ്. സോ അങ്ങനെ പ്ലേസ്മെൻറ്റ് താഴോട്ടായി കഴിഞ്ഞാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ ബിടെക് കഴിഞ്ഞ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ, നിങ്ങൾക്കൊരു കരിയർ പാത്ത് ഡിസൈൻ ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. സോ ബിടെക്കിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ജോബ് തന്നെയാണ് അല്ലേ. അതായത് ബിടെക് കഴിഞ്ഞ ഉടനെ ഒരു ജോബിലേക്ക് എത്തുക. കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് ബിടെക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ പ്രയോറിറ്റി ജോബ് തന്നെ ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മാസ്റ്റേഴ്സാണ്. അതായത് PG. ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി, MTech ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ രണ്ടാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ജോബിന് പോകുക എന്നുള്ളതാണ്. ജോബിന് പോകുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തത് ഗവൺമെൻറ് സെക്ടർ ജോബ് ഉണ്ട്, അതേപോലെ രണ്ടാമത്തത് പ്രൈവറ്റ് സെക്ടർ ജോബും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ് സെക്ടർ ജോബ് എന്ന് പറയുന്ന സമയത്ത് അതിൽ തന്നെ PSUകളുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട്, അതൊക്കെ എന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആയിട്ട് വരുന്ന ഗവൺമെൻറ് എക്സാംസുകളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കുറച്ച് സാലറി അത്ര കൺസ്ട്രെയിൻ അല്ല, എന്നാൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ KCBയിൽ, അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലൊക്കെ അപ്രന്റീസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻറ്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒരു കോൺട്രാക്ട് ബേസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ കുറഞ്ഞ സാലറിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ദെൻ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോർ ഫീൽഡിൽ വർക്ക് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കലിൻ്റെ തന്നെ കോർ ഫീൽഡിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിലോ മറ്റേതെങ്കിലും സെക്ടറിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലേക്കോ മറ്റ് ഫീൽഡിലേക്ക് നമ്മൾ ബിടെക് കഴിഞ്ഞതിന് ശേഷം ചേഞ്ച് ആവുന്നതാണ് മറ്റൊരു പോസിബിലിറ്റി ആയിട്ട് കാണാറുള്ളത്. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എന്ന് മാത്രം. ഇനി നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഓപ്ഷൻസുകളാണ്. ഒന്ന് MTech ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് PG തന്നെ, പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് പുറത്ത് വിദേശത്ത് പോയിട്ട് ചെയ്യാം. ആ PG എന്ന് പറയുന്ന സമയത്ത് MTech മാത്രമല്ല MBA ഒക്കെ ഒരുപാട് ആളുകൾ, ബിടെക് കഴിഞ്ഞ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് MBA ചെയ്യുന്നൊരു ട്രെൻഡും ഉണ്ട്. സോ അങ്ങനെ രണ്ട് ഓപ്ഷൻസുകളാണ് മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ. അതായത് ഒന്നെങ്കിൽ MTech അല്ലെങ്കിൽ MBA പോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ടോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാനേജ്മെൻറ്റ് കോഴ്സസ് IIM പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഒരുപാട് പ്രീമിയം
പ്രീമിയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. സോ അവിടെയും നിങ്ങൾക്ക് അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ, ഈ മാസ്റ്റേഴ്സ് പുറത്തു പോയി ചെയ്യാന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് മാറും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടി അതിൽ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ നിങ്ങളുടെ മുന്നിലുള്ള ആഫ്റ്റർ ബിടെക് ഈ രണ്ട് ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിന് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസിലേക്ക് നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം മാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ അതിൽ നിങ്ങൾ ബിടെക് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ബിടെക് ഫൈനൽ ഇയേഴ്സ് എന്നതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഫെബ്രുവരിയിലുള്ള ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എഴുതിയിട്ടുണ്ടാവും. എന്നാൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിച്ചാൽ അടുത്ത വർഷത്തെ ഗേറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് IITസിലും NITസിലും അതേപോലെ IISTസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഗേറ്റ് ചെയ്യാവുന്നതാണ്. ഈ കോളേജുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോളേജുകളാണ്. സോ ഇവിടേക്ക് വരാനുള്ള എക്സാം എന്ന് പറയുന്നത് ഗേറ്റ് എക്സാമാണ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ഈ എക്സാമിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ചാനലിൽ, നിങ്ങൾക്ക് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലും അതേപോലെ എൻട്രി ഗേറ്റ് ചാനലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതേപോലെ തന്നെ NITസിലും IITസിലും മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത അവിടെ ഹൈ ചാൻസ് ഓഫ് പ്ലേസ്മെൻ്റ് ആണ്. അവിടെ നല്ല പ്ലേസ്മെൻറ്റ്, ഒരുപാട് എമൗണ്ട് സാലറി ആയിട്ട് വരുന്ന രീതിയിലുള്ള പ്ലേസ്മെൻറ്റുകൾ സാധ്യതയുണ്ട്. അതേപോലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യയാണ് അല്ലേ, ദേ ആർ ഓൾ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യയാണ്. അതേപോലെ സ്റ്റഡി വിത്ത് സ്റ്റൈപ്പൻഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 12,400 എന്ന് പറയുന്ന നല്ലൊരു പാക്കേജോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതേപോലെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. അതേപോലെ റെക്കഗ്നീഷൻ ആൻഡ് പ്രസ്റ്റീജ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു IITian ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ ഒരു IITian എന്ന് പറയുന്ന ടാഗ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഹൈലൈറ്റ് ആകുകയാണ്. നിങ്ങൾ ആ ഒരു കമ്പനിയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു IITian ആണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ പ്രിവിലേജ് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നിങ്ങളുടെ കോളേജിനേക്കാൾ എത്രയോ ഹൈ ലെവലിൽ, ഒരുപക്ഷെ നിങ്ങൾ ഒരു ലോ ലെവൽ കോളേജിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ IITസിലേക്ക് പോകുന്നതോടുകൂടി നിങ്ങൾ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ആവുന്നു എന്നുള്ളതാണ്. ഇനി അതർ ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഗേറ്റ് നിർബന്ധമൊന്നുമില്ല. ഗേറ്റ് സ്കോർ കുറവാണെങ്കിലും ഈവൻ ദോ ഗേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും, മാസ്റ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും ഇൻസൈഡ് സ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് IITs NITs ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലേ. അതായത് IITസിലും NITസിലും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് അതർ ഗവൺമെൻറ് കോളേജസ് ലഭിക്കുന്നില്ല. പ്രൈവറ്റ് കോളേജിലും ലഭിക്കുന്നില്ല കേട്ടോ. പ്രൈവറ്റ് കോളേജിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ആ ഒരു പ്രിവിലേജും സ്റ്റാറ്റസും പ്ലേസ്മെൻറ്റും ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. സോ നിങ്ങൾ PG ചെയ്യുന്നുണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കോളേജിൽ ഒരിക്കലും പോയിട്ട് MTechോ അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. MBA ആണെങ്കിലും, ഇപ്പോൾ MBA ചെയ്യുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും MBA ഇഷ്ടംപോലെ സീറ്റ്സ് ഉണ്ട്. BTech പോലെ തന്നെ ഇഷ്ടംപോലെ സീറ്റുകൾ പല കോളേജസിലുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ പോയി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലെവൽ അടുത്ത ലെവലിലേക്ക് മാറുന്നതും നമുക്ക് ഹൈ ചാൻസ് ഓഫ് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതും നമ്മുടെ റെസ്യൂം എന്ന് പറയുന്നത് മറ്റൊരു ലെവലിലേക്ക് ഉയരുന്നതൊക്കെ ആ സമയത്തായിരിക്കും. സോ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കട്ടോ. യെസ്, നെക്സ്റ്റ് ജോബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ജോബാണ് അല്ലേ. ഞാൻ പറഞ്ഞു, ഒന്ന് PSUs, പിന്നെ അതർ ഗവൺമെൻറ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ജോബ്സിനെയാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ PSUs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്. അതായത് PSUസിൽ നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഉണ്ട്, HAL ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക നവരത്ന മഹാരത്ന കമ്പനികളാണ് ഈ പറഞ്ഞിരിക്കുന്ന PSUs എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോബിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഗേറ്റ് മസ്റ്റാണ്. ഗേറ്റ് ത്രൂ തന്നെയാണ് ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, ജോബിലേക്ക് നിങ്ങൾക്ക് കോൾ ലെറ്റർ വരുന്നത്. അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി വളരെ ഹൈ, നല്ലൊരു ജോബ് സെക്യൂരിറ്റി. നമ്മൾ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് പോവോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ അട്രാക്റ്റീവ് കോമ്പൻസേഷൻ, അതായത് ബെസ്റ്റാണ്. അതായത് ഒരു 10 lakhs to 15 lakhs മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ lakhs per annum നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്.
വർക്ക് ലൈഫ് ബാലൻസ്, അതായത് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട്, അതായത് നിങ്ങൾക്ക് നല്ല ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് പ്രസ്റ്റീജ് ആൻഡ് റെപ്യൂട്ടേഷന്, നല്ല റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് അത്തരം കമ്പനീസിൽ, ഇപ്പോൾ IOCL വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പവർ ഗ്രിഡിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അതൊരു പവർ തന്നെയാണ് കേട്ടോ. യെസ്, അതേപോലെ സോഷ്യൽ ഇമ്പാക്റ്റ് ആൻഡ് നാഷണൽ ബിൽഡിംഗ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ശരിക്കും ഇൻവോൾവ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നാഷൻ ബിൽഡിങ്ങിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആ രാജ്യത്തിൻ്റെ ഏറ്റവും പുരോഗതിയിൽ നിങ്ങൾ വലിയൊരു റോൾ വഹിക്കുന്ന ആളുകളായിട്ട് മാറും. ഇനി ഗവൺമെൻറ് ജോബിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ് PSC എക്സാംസുകളുണ്ട്. അത് ഒരുപാട് എക്സാംസുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ KCB സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഓവർസിയർ എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോലെ എക്സാം ഉണ്ട്. സിവിൽ ആണെങ്കിൽ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ എന്തുണ്ട് സ്റ്റേറ്റ് PSCയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങളുടെ ഒരു എന്താ പറയുക, അത്ര ഇമ്മൻസ് അവസരങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ദെൻ കോൺട്രാക്ട് ബേസിലുള്ള ജോബുകൾ ലഭിക്കുന്നുണ്ട്. കോൺട്രാക്ട് ബേസിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും സാലറി കുറച്ച് കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മികച്ച കോമ്പൻസേഷൻ, നല്ല എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ PSUസിൽ ലഭിക്കുന്നത് പോലുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സാലറിയും അതേപോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസും ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു അതർ ഗവൺമെൻറ് ജോബ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രൈവറ്റ് ജോബിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പ്രൈവറ്റ് ജോബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് ജോബ് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിലോ ജോബ് വേണം. അതാണ് പ്രൈവറ്റ് ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിന് മാത്രമാണ് നല്ല സാലറിയോട് കൂടി പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് ലഭിക്കുന്ന ചാൻസ് വളരെ 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 കുറവായിരിക്കും അല്ലേ. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഫ്രഷേഴ്സിന് എങ്ങനെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെയാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ജോബിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ഉയരണം എന്നുണ്ടെങ്കിൽ അപ്സ്കില്ലിംഗ്, ദ സ്കോപ്പ് ഓഫ് അപ്സ്കില്ലിംഗ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ തരുന്നുണ്ട്. ദെൻ ഈ പ്രൈവറ്റ് ജോബ് എന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ളൊരു എക്സ്പോഷർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസുകൾക്കനുസരിച്ചിട്ട് ആ കമ്പനിയിൽ നിങ്ങളുടെ പ്രൊമോഷൻസും നിങ്ങളുടെ എന്താ പറയുക സ്റ്റാറ്റസും ഒക്കെ മാറുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്കിതിനെ ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള എക്സാംസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ BTech നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന 3ഓളം കാറ്റഗറിയാണ്. അതായത് ITI ലെവലിൽ, ഡിപ്ലോമ ലെവലിലും BTech ലെവലിലുമാണ് ടെക്നിക്കൽ ലെവൽ എക്സാംസുകൾ കേട്ടോ പറയുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ ITI ഡിപ്ലോമ കഴിഞ്ഞ ടെക്നിക്കൽ ലെവൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അപ്പോൾ അതിൽ ITI ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഓവർസിയർ ഗ്രേഡ് 3 ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, ഇൻസ്ട്രക്ടർ ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 2 ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് സാലറി കുറവുള്ള പോസ്റ്റുകളായിരിക്കും ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ഡിപ്ലോമ ലെവലിലേക്ക് വരികയാണെങ്കിൽ സബ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 2 and 1, SSC ജൂനിയർ എഞ്ചിനീയർ, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ നല്ല വേക്കൻസി വരുന്നതാണ്. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഇൻസ്ട്രക്ടർ പോസ്റ്റുകളൊക്കെ ഡിപ്ലോമ ലെവലാണ്. ഇനി നമ്മൾ BTech ലെവലിലേക്ക് വരികയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളി, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ഒക്കെയാണ് BTech ലെവലിൽ വരുന്ന ജോബ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാറ്റഗറീസിലും ഗവൺമെൻറ് സെക്ടർ ജോബൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ എക്സാംസുകളൊന്നും എന്തല്ല, ഇതൊന്നും ഗേറ്റ് ത്രൂ അല്ല കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ് PSC എക്സാം വഴിയാണ് നിങ്ങൾക്ക് പോസ്റ്റിങ്ങുകൾ ലഭിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, ഇനി നമ്മൾ പ്രൈവറ്റ് ജോബിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുള്ളത് അവർക്ക് ലെസ് ഓപ്പർച്യൂണിറ്റി, ലെസ് സാലറിയാണ്. അതേപോലെ അത്യാവശ്യം നല്ല ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. നല്ല വർക്ക് തരും, എന്നാൽ വേണ്ടത്ര സാലറി ഇല്ല, എന്നാൽ നല്ല വർക്ക് പ്രഷറും നമുക്ക് ടെൻഷനും ഒക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഫ്രസ്ട്രേഷനും അതേപോലെ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് അവിടെ വരുന്നുണ്ടാവും. പ്രൈവറ്റ് ജോബിനെ എങ്ങനെ ഇംപ്രൊവൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ 21st സെഞ്ച്വറിയിൽ ഇനി ഏറ്റവും നല്ല ജോബിലേക്ക് എത്താനുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഫേമിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അപ്സ്കില്ലിംഗ് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്ന QS എന്ന് പറയുന്ന ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ QSലൂടെ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് സ്കോറിൽ നിന്ന് നിങ്ങൾ മറ്റൊരു തരത്തിലേക്ക് ഉയരുന്ന ഒരു കോഴ്സാണ് ക്വാണ്ടിറ്റി സർവേയിങ്. നല്ല എന്താ പറയുക, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് നോക്കുക
നോക്കുകയാണെങ്കിൽ MEP അഥവാ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കുന്ന ബ്രാഞ്ചാണ് MEP എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ BTech ഒരു കോളേജിലും പഠിക്കുന്നില്ല. MEP ആണെങ്കിലും ശരി, ക്വാണ്ടിറ്റി സർവേയിങ് ആണെങ്കിലും ശരി, ദെൻ ടെക്നിക്കൽ അല്ല എന്നാൽ ഡാറ്റ സയൻസ്, അതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈനിങ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ നിങ്ങളുടെ സ്കില്ലിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള അപ്സ്കില്ലിംഗ് കോഴ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രഷറിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ കൂടിയൊക്കെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് നല്ല സാലറിയിലേക്ക് തന്നെ പോകാൻ പറ്റും. ആസ് എ ഫ്രഷർ നിങ്ങൾ കയറി കഴിഞ്ഞാലും അപ്സ്കില്ല് ചെയ്യുന്നതോടുകൂടി അടുത്ത ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ഒരു എംപ്ലോയിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് കൊണ്ട് കിട്ടുന്ന സാലറി ഹൈക്കൊക്കെ നിങ്ങൾക്ക് വിത്തിൻ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിന് അതർ കൺട്രീസിൽ, വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT, ഹെൽത്ത് കെയറിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതേപോലെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറുകയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് എൻജിനീയേഴ്സിന് നല്ല സാധ്യതകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, നിങ്ങളൊരു ഫ്രഷറായിട്ട് എവിടെയെങ്കിലും കയറിയിട്ട് പ്രത്യേകിച്ച് അപ്സ്കില്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ മോശമായിട്ട് മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രോത്തോ ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും വരാത്തൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് ആയിരിക്കണം. സോ നിങ്ങളുടെ എപ്പോഴും അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. സോ ഗവൺമെൻറ് സെക്ടർ ജോബിലേക്ക് പോകണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നല്ല ജോബിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അപ്സ്കില്ല് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് എക്സാമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗേറ്റ് എക്സാമിനെ കുറിച്ചാണ് അല്ലേ. സോ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗേറ്റ് എക്സാമിനേഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ ഗേറ്റ് എക്സാമിനേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൈ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന PSUസിൽ കിട്ടുക. ഗേറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ മാർക്സ് വന്നാലാണ് നിങ്ങൾക്ക് ഈ PSU ജോബ് കിട്ടുക. അതേപോലെ തന്നെ IITസിലും NITസിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ ഗേറ്റിൽ വേണം. ഇവിടേക്ക് വരികയാണെങ്കിൽ അത്രത്തോളം ഹൈ ആയിട്ടുള്ള മാർക്കൊന്നും വേണ്ടി വരില്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ തന്നെ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, MS പ്രോഗ്രാമുകൾ, എസ്പെഷ്യലി സിംഗപ്പൂരിലും ന്യൂസിലാൻഡിലും ജർമ്മനിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ. അതായത് ഗേറ്റ് എക്സാം വഴി വിദേശ രാജ്യങ്ങളിൽ പോലും നമുക്ക് അവസരമുണ്ട് എന്നുള്ളത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളുടെ ഒരു കടൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ജോബ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റിസർച്ചിനും അതേപോലെ ടീച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള അവസരം, അതെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ഇന്നത്തെ സെഷനിൽ എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ അവസരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകളിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ലക്ഷ്യം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് അടുത്തൊരു ലെവലിലേക്കായിരിക്കും. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏത് കരിയർ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിലും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപക്ഷെ കേരളത്തിൽ ഏക പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളെ എൻട്രി ആപ്പ് തന്നെയായിരിക്കും. ഗവൺമെൻറ് ജോബിലേക്കാണെങ്കിൽ അതിൻ്റെ കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗേറ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ ഹൈദരാബാദിൽ നിന്നുള്ള ഓൾ ഇന്ത്യ ലെവൽ ഫാക്കൽറ്റീസിൻ്റെ ബെസ്റ്റ് കോച്ചിങ് അവൈലബിൾ ആണ്. അതേപോലെ അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയിങ്, ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, MEP തുടങ്ങിയ എല്ലാ കോഴ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻട്രി ആപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എന്ത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ BTech എന്ന് പറയുന്നവർക്ക് ഒരു എൻഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. സോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഒരു കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും കോഴ്സസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് കോച്ചിങ്ങിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.